അല്പന ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രി കുടപിടിക്കുമെന്ന് പറയുന്നത് എത്രമാത്രം സത്യമാണ്. നമ്മുടെ പാർലമെന്റ് അംഗം, അതായത് രാജ്യസഭ വഴി MP ആയ A റഹീം രാജ്യസഭയിൽ കിടന്നിങ്ങനെ മെഴുകുകയാണ്. ഭയങ്കരമായ ഇംഗ്ലീഷ് പ്രഭാഷണമാണ് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിലൂടെ നടത്തുന്നത്. നോക്കി വായിക്കുമ്പോൾ ചിലടത്ത് കൊടുക്കുന്ന ഊന്നൽ കണ്ടാൽ ഏറ്റ തള്ള പോലും സഹിക്കില്ല എന്നാണ് പലരും പറയുന്നത്. ഏതായാലും പല പോയിന്റുകളും വായിക്കുമ്പോൾ റഹീം കോരിച്ചൊരിയുന്നുണ്ട്. 48.22% ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പെർസെൻ്റ് കണക്ക് വായിക്കുന്നത്. അതുപോലെ 68.2000% ഇങ്ങനെയൊക്കെയാണ് വായിക്കുന്നത്. അതായത് പോയിന്റിന് ശേഷം ആ ഫിഗർ കൃത്യമായി നോക്കി വായിക്കാൻ പോലും അറിയാത്ത AA റഹീമിന് ലുട്ടാബി എന്ന ഓമന പേര് കേരളത്തിലെ ജനങ്ങൾ, പ്രബുദ്ധരായ ജനങ്ങൾ ചാർത്തി കൊടുത്തതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ സഹാക്കളെ എന്നാണ് പലരും ചോദിക്കുന്നത്. റഹീം മലയാളത്തിലെ ചാനൽ ചർച്ചകളിൽ സുപരിചിതനാണ്. അദ്ദേഹം എപ്പോഴും എയറിൽ കയറി ലുട്ടാപ്പി എന്ന പേര് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലുട്ടാപ്പി എന്ന് വിളിക്കുന്നതാണ് അവർക്ക് പോലും ഏറ്റവും ഇഷ്ടമെന്ന്. കാരണം അത്രയേറെ ആ പേരിനെ അർത്ഥവത്താക്കിയ ഒരു രാഷ്ട്രീയക്കാരൻ കേരളത്തിൽ ഇല്ല. ആകെ മത്സരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2011 മാത്രം അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചു. അന്നേ വരെ ഭൂരിപക്ഷം 10,000 പോലും കടന്നിട്ടില്ലാത്ത വർക്കലയിൽ AA റഹീമിനെ 11,000 വോട്ടുകൾക്ക് തോൽപ്പിച്ചുകൊണ്ട് വലിയ വിജയം നേടിയെടുത്തു. പിന്നീട് ആറ്റിങ്ങൽ പാർലമെന്റിൽ മത്സരിക്കണമെന്ന് വലിയ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ജനപ്രിയത അത് ഒരു ഫാക്ടറാണല്ലോ. വെറുതെ എന്തിനാണ് CPIM-ന് 3ാം സ്ഥാനം വാങ്ങിച്ചു കൊടുക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് റഹീം എന്ത് ചെയ്തു? രാജ്യസഭ വഴി കയറി. ഇപ്പോൾ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന രീതിയിലൊക്കെയാണ് ഷൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. മുഹമ്മദ് റിയാസ് ഒഴിഞ്ഞ വേളയിലാണ് DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന രീതിയിലൊക്കെ ഷൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഒന്നും അങ്ങോട്ട് ഒക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. MP ആയതിനു ശേഷം ജോൺ ബ്രിട്ടാസ് കുറേയൊക്കെ വായിക്കുകയും പഠിക്കുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹം സഭയിൽ വന്ന് നാണം കെട്ട് തിരിച്ചിറങ്ങാറില്ല. പക്ഷേ റഹീമിൻ്റെ വായന, റഹീമിൻ്റെ പരിജ്ഞാനം അല്പം കാട് കടന്നുപോയി എന്ന് തന്നെയാണ് സഹാക്കന്മാർ പറയുന്നത്. ഇങ്ങനെ നമ്മളെ ആരെയും ശ്വാസം മുട്ടിച്ച് കൊല്ലരുതേ. ചിരിക്കുമ്പോൾ അതിനൊരു ഗ്യാപ്പ് കൊടുക്കണ്ടേ? അത്രയ്ക്ക് കോമഡിയാണ്. ഒരു കോമഡി ഷോ കണ്ടിറങ്ങുന്ന ഫീലാണ് പാർലമെന്റിൽ ഡിബേറ്റ്സിലും ഡിസ്കഷൻസിലും റഹീം നോക്കി വായിക്കുന്നത് കേട്ടാൽ അത് ഒരു പ്രത്യേക ആസ്വാദന മികവ് തന്നെയാണ്.